സിനിമയ്ക്ക് അത്ര നല്ല വർഷമല്ല ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ 2026. ബോക്സ് ഓഫീസിനെ സംബന്ധിച്ച് പൊതുവെ വരണ്ട മാസങ്ങളാണ് ഫെബ്രുവരിയും മാർച്ച് ആദ്യവുമൊക്കെ. എന്നാൽ മുൻ വർഷങ്ങളിൽ മലയാള സിനിമയ്ക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ വൻ ഹിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷത്തെ കാര്യം അങ്ങനെയല്ല. ഇപ്പോഴിതാ ഈ വർഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കളക്ഷൻ നേടിയ 10 ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ട്രാക്കർമാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ഈ വർഷത്തെ റിലീസുകളിൽ കേരളത്തിൽ നിന്ന് ഇതിനകം ഏറ്റവും കളക്ഷൻ നേടിയത് ചത്താപച്ചയാണ്. 17,50,00,000 ചിത്രം കേരളത്തിൽ നിന്ന് നേടിയതെന്നാണ് കണക്കുകൾ. യുവതാരങ്ങൾക്കൊപ്പം ക്യാമിയോ റോളിൽ മമ്മൂട്ടിയും എത്തിയ ചിത്രമാണിത്. രണ്ടാം സ്ഥാനത്തും ഒരു യുവതാര ചിത്രമാണ്. സാഗർ സൂര്യയും ഗണപതിയും അല്ലമീനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രകമ്പനം. 15,20,00,000 ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. ജയറാമും കാളിദാസും പ്രധാന വേഷങ്ങളിലെത്തിയ ആശകൾ 1000 മൂന്നാം സ്ഥാനത്ത്. 7,70,00,000 ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. നാലാം സ്ഥാനത്ത് ജിത്തു ജോസഫിന്റെ വലതുവശത്തെ കള്ളനാണ്. ബിജു മേനോനും ജോജു ജോർജും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് 6 കോടിയുടേതാണ്. സർവം മായ എന്ന വൻ വിജയത്തിന് ശേഷം നിവിൻ പോളി നായകനായ ബേബി ഗേൾ ആണ് ലിസ്റ്റിൽ 5ാമത്. 4,10,00,000 ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. 6ാം സ്ഥാനത്ത് ഭാവനയുടെ അനോമി. 7ാം സ്ഥാനത്ത് കൃഷാന്ത് സംവിധാനം ചെയ്ത മസ്തിഷ്ക മരണം. 8ാം സ്ഥാനത്ത് മിസ്റ്ററി ത്രില്ലർ സംഭവം അധ്യായം 1. അനോമി 3,40,00,000, മസ്തിഷ്ക മരണം 2,60,00,000, സംഭവം അധ്യായം 1 2,25,00,000 കേരളത്തിൽ നിന്ന് നേടിയത്. ശിവകാർത്തികേയന്റെ തമിഴ് ചിത്രം പരാശക്തിയാണ് 9ാം സ്ഥാനത്ത്. 1,50,00,000 ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. ഇന്ദ്രൻസ് ടൈറ്റിൽ റോളിലെത്തിയ ആശാനാണ് ലിസ്റ്റിൽ 10ാമത്. 1,45,00,000 ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത്. സമീപകാലത്ത് കേരളത്തിൽ നിന്ന് മികച്ച കളക്ഷൻ നേടിയ മറ്റൊരു ചിത്രം ബോളിവുഡ് ചിത്രം ദുരന്തറാണ്. 8,65,00,000 ചിത്രം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. എന്നാൽ ഇതിന്റെ റിലീസ് കഴിഞ്ഞ വർഷം ഡിസംബർ 5-നായിരുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.